ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിമിൻ്റെ ആ ഒരു ആപ്പ് ഉണ്ടല്ലോ, ആ ഒരു ആപ്പിനകത്ത് എങ്ങനെ നമുക്ക് ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ബാലൻസ് ആഡ് ചെയ്യാമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബോട്ടിം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലുണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യണം. മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഉള്ള ആ ഒരു ഓപ്ഷൻസ് എല്ലാം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു ഹോം സ്ക്രീനിലേക്കാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മണി എന്ന് പറഞ്ഞ ആ ഒരു ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പണായി വരുന്ന പേജിൽ 4 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നീട് രണ്ടാമത് വരുന്ന ഓപ്ഷൻ റിക്വസ്റ്റ് ആണ്. മൂന്നാമതാണ് ആഡ് ഫണ്ട്. നാലാമത് വിഡ്രോ. അതിൽ ആഡ് ഫണ്ട് എന്ന ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഇതിനകത്ത് ബാലൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിൽ ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴേക്ക് ആ ലിസ്റ്റ് വരും. നമ്മുടെ ഡെബിറ്റ് കാർഡിന് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും ഇവിടെ. ഞാൻ ഓൾറെഡി ഇതിനകത്ത് കാർഡ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് താഴെ ഡെബിറ്റ് കാർഡിൻ്റെ സെക്ഷനിൽ വിസ എന്നോട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കാർഡ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയാൽ മതി. അതിനായിട്ട് ആഡ് പേയ്മെൻറ്റ് മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആഡ് ന്യൂ കാർഡ് എന്ന ഓപ്ഷനിൽ പോവുക. അതിനുശേഷം നിങ്ങളുടെ കാർഡ് നമ്പർ, പേര്, എക്സ്പയറി ഡേറ്റ്, CVV ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാർഡ് നോക്കിയതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ആ കാർഡ് സെലക്ട് ചെയ്ത് പേ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ CVV നമ്പർ ചോദിക്കും. നിങ്ങളുടെ കാർഡിൻ്റെ ബാക്കിൽ ഒരു 3 ഡിജിറ്റൽ നമ്പർ ഉണ്ട്. അതാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. താഴെ കാണുന്ന കൺഫേമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ബാങ്കിൻ്റെ ആ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു ബാങ്കിൽ നിന്നൊരു OTP വരും. ആ ഒരു OTP ഇന്നത്തെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം നോക്കുക. എമൗണ്ട് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ബോട്ടിം മണി എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് കാണിക്കുക. മർച്ചൻ്റ് തന്നെ ആ സെക്ഷൻ്റെ അവിടെ എമൗണ്ട് ഒക്കെ നോക്കുക എത്രയാണെന്നുള്ളത്. അതിനുശേഷം താഴെ OTP കൊടുത്ത് സേവ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. OTP അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അത് ലോഡ് ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ പ്രോസസ്സിങ് കാണിച്ചിട്ട് ഉണ്ടോ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാലറ്റിൽ ഡയറക്റ്റ് 50 ദിറംസ് ആഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരത്തെ 0 ആയിരുന്നത് 50 ദിറംസ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ആഡ് ആയിട്ടുണ്ട്. ഡിലേ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിതിനകത്ത് നമ്മുടെ വാലറ്റിനകത്ത് ഫണ്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുക. നമുക്കിത് കൂടാണ്ട് വേണമെങ്കിൽ നമുക്ക് കിയോസ്ക് ഉപയോഗിച്ചും ആഡ് ചെയ്യാം. ആ ഒരു മെഷീൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഡിജിറ്റലായിട്ട് നമ്മുടെ ബാങ്കിൻ്റെ കാർഡ് വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ബാലൻസ് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു വാലറ്റിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ബോട്ടിം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.